കുക്കറിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളിച്ചോറ് റെസിപ്പി ആയാലോ? കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ മറ്റൊരു കറിയുടെ ആവശ്യമില്ല ഇതിന്. 1/4 കപ്പ് ജീരകശാല അരി കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കുക. 2 കുട്ടികൾക്കൊക്കെയുള്ള ലഞ്ച് ബോക്സിനാകുമ്പോൾ ഈ അളവ് തന്നെ ധാരാളമാണ് കേട്ടോ. ബസ്മതി റൈസ് ആണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതിയേ. ഇനി ഇതിനാവശ്യമായ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും ഒരു വലിയ തക്കാളിയും കുറച്ച് മല്ലിയരിയും കറിവേപ്പിലയും കഴുകി അരിഞ്ഞ് എടുത്തു വെക്കുക. 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തു വെക്കുക. 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി തക്കാളി ചോറിന് ആവശ്യമായ മസാലപ്പൊടികൾ എടുത്തു വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളെ ആവശ്യമുള്ളൂ. 3 ലിറ്ററിന്റെ ഒരു കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയാൽ സവാള പെട്ടെന്ന് വഴന്നു കിട്ടുവേ. എടുത്തു വെച്ച മുഴുവൻ മസാലപ്പൊടികളും ഒന്നിച്ചിട്ട് കൊടുത്ത് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ. മല്ലിയിലയും 1 സ്പൂണും അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കുറച്ച് അരിയിട്ട് വേവിക്കുമ്പോൾ കുക്കറിൽ വെന്ത് കിട്ടാൻ കുറച്ചും കൂടെ സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താണ്. ഇനി അത് അടച്ചു വെച്ച് വെള്ളം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തക്കാളി ചോറിലേക്ക് ആവശ്യമായ ഉപ്പ് പാകം നോക്കി ഇപ്പം ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ചേർത്ത കുറച്ച് ഉപ്പേ ഇപ്പം നിലവിലുള്ളൂ. ഇനി ഇപ്പോൾ ഉപ്പ് ചേർത്ത് വെള്ളം ടേസ്റ്റ് ചെയ്ത് കുറച്ച് ഒരു പൊടിക്ക് ഉപ്പ് എടുത്ത് നിൽക്കുന്ന പരുവത്തിലായിരിക്കണം. ഉപ്പ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. പ്രഷർ മുഴുവൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1 സ്പൂൺ പച്ച നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം രുചിയും ഒക്കെ ഉണ്ടാകും. നമ്മുടെ തക്കാളി ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം. എളുപ്പം മാത്രമല്ല നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ഈ തക്കാളി ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് സാലഡോ പിക്കിളോ കൂട്ടി കഴിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.